താജുദ്ദീൻ ആരാ? എൻ്റെ തന്തയോ? അതെന്തൊരു മര്യാദയാണ് അങ്ങനെ ഒരാളുടെ തന്തയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ? അത് ഒരു ശരിയായ നടപടിയല്ല രേഷ്മ പി തങ്കച്ചൻ കാണിച്ചത്. ഉറപ്പായിട്ടും ബിഗ് ബോസിൽ തെറ്റുകൾ കാണിക്കുമ്പം ലാലേട്ടൻ മടക്ക് പറയും. അപ്പം മോഹൻലാലിനെ പോലുള്ളൊരു നടൻ്റെ തന്തയ്ക്ക് രേണുസുതി വിളിക്കും. രേഷ്മ പി തങ്കച്ചൻ്റെ ഫോണ് പോലീസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സൈബർ സെല്ലിൻ്റെ കയ്യിൽ കൊടുക്കാൻ രേഷ്മ പി തങ്കച്ചൻ തയ്യാറാണെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ആരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റും. എന്നെങ്കിലും ഒരിക്കൽ രേഷ്മ പി തങ്കച്ചനെ പോലെയുള്ള ആളുകൾ ഇനി ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച ജോലിക്ക് കയറിയെന്ന് വന്നാൽ എനിക്കിത് കാണിക്കണമല്ലോ. ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഇനി ചാനലിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയാനുള്ള സർക്കാർ ഉത്തരവ് പോലും എൻ്റെ കയ്യിലുണ്ട്. ശ്രുതി ഇറങ്ങി വരുന്നു. ഞാൻ ശ്രുതിയെ മാറ്റി നിർത്തി. ശ്രുതി മുമ്പ് 2 വിവാഹം കഴിച്ച കാര്യം എനിക്കറിയാം. അപ്പം ഞാൻ ചോദിച്ചു, ഇതേതാളിയാ? കിച്ചു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കിച്ചുവിൻ്റെ രേഷ്മ പി തങ്കച്ചനോ അല്ലെങ്കിൽ രമ്യയോ അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ്റെ അച്ഛനോ അമ്മയോ പറയാതെ ഞാൻ അറിയില്ല. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആ സമയത്തൊക്കെ പറഞ്ഞത് 1 രൂപ പോലും ഇല്ല, 1 പൈസ പോലും ഞങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞാണ് എന്നോടും പൈസ കടം ചോദിച്ചത്. ആരുടെ പേരിലാണ്? സുധിയുടെ പേരിലാണ്. മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ പേരിലാണ്. അപ്പോൾ ആ പേരിലല്ലേ വാങ്ങത്തുള്ളൂ. ആ ഒരു ഐഡൻറ്റിറ്റി അല്ലേ, ഒരാൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ ഐഡൻറ്റിറ്റി തന്നെയാണ്. ഇതിൻ്റെ അത് രേഷ്മ പി തങ്കച്ചെന്ന രേണു സുധി എന്നെങ്ങുമില്ല. അല്ലെങ്കിൽ ഗസറ്റ് വിജ്ഞാനം വഴി രേണു സുധി എന്ന് പേര് മാറ്റിയിട്ടുണ്ടോ? ഈ രാത്രി കിടന്നുറങ്ങിയാൽ ഞാൻ രാവിലെ എഴുന്നേക്കാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും എനിക്ക് വിശ്വാസമില്ല. അതെല്ലാം ഈശ്വരൻ്റെ കയ്യിൽ മാത്രം. ഞാൻ സഹായിച്ച കാര്യങ്ങളൊന്നും ഇനി പറയുന്നില്ല. സഹായിച്ചിട്ടില്ലെന്നല്ലേ പറയുന്നത്. അയാൾ ആരാ, എന്നെ എന്ത് സഹായിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. ഞാനുമായിട്ട് വിളിക്കാറില്ല, പഴയ വീട്ടിൽ വെച്ച് മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ. ഞാൻ ഒരിക്കൽ പോലും ഈ രേഷ്മ പി തങ്കച്ചനെ അങ്ങോട്ട് ഫോൺ ചെയ്തിട്ടില്ല. എന്നെ ഇങ്ങോട്ട് മാത്രമേ ഫോൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ലെന്നിരുന്നതാണ്. പക്ഷേ വീണ്ടും എനിക്കെതിരെ സൈബർ ആക്രമണം ഒരുപാട് രൂക്ഷമാവുകയാണ്. അത് ഫേക്ക് ഐ ഡിയിൽ നിന്നാണ്. പക്ഷേ എന്നെ വിളിക്കുന്ന ഒരു ദിവസം ശരാശരി 150-160 പേരോളം എന്നെ വിളിക്കുന്നവരെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ചേട്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിൽ സന്തോഷം വന്നു. പക്ഷേ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും ഒക്കെ എതിരെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ മോശം കമൻറ്റുകൾ. ഞാനിതൊന്നും വായിക്കുന്നതല്ല. പക്ഷേ എന്നെ ഇഷ്ടമുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഇന്നും എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. ഷിബു ആറന്മുള എനിക്ക് അയച്ചു തന്നു. ഇത് കാണുമ്പോൾ ഞാൻ ഓരോരുത്തത്തിൽ ഞാൻ ആസ്വദിക്കുകയാണ്. അത് എന്നെ പറഞ്ഞോണ്ട്. പക്ഷേ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇവരെയൊക്കെ പറയുമ്പോൾ അത് എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ലൈവ് ചെയ്തായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ലൈവ് ചെയ്തായിരുന്നു. താജ് പത്തനംതിട്ട എന്നുള്ള ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ലൈവ് ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് പേര് കണ്ടു. അതിൻ്റെ അടിയിലും മോശം ആരും കമൻറ്റ് അടിച്ചിട്ടില്ല. അതിൻ്റെ അടിയിൽ അടിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ആരും മോശം കമൻറ്റൊന്നും അടിച്ചിട്ടില്ല. എല്ലാം പോസിറ്റീവ് കമൻറ്റുകൾ മാത്രമാണ്. പക്ഷേ സൈബർ ആക്രമണം ഞാൻ നേരിടുകയാണ്. അതിന് ന്യൂസ് ടുഡേ മലയാളം ചാനലാണ് ആദ്യം ഇൻ്റർവ്യൂ എടുത്തത്. ഈ നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നത് എന്തെങ്കിലും ഭീഷണികൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞതിന് ശേഷം? ഇല്ല, ഭീഷണികളൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ അച്ഛനെയും അമ്മയും പറയുക, എൻ്റെ മകളെ പറയുക, ഭാര്യയെ പറയുക, എടാ നിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യ വേറൊരുത്തൻ്റെ ഒളിച്ചോടി പോകുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. എൻ്റെ ഭാര്യയെ പോകത്തില്ലെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഏതായാലും 23 വർഷമായിട്ട് പോയില്ലല്ലോ എന്നെ കളഞ്ഞിട്ട് എൻ്റെ ഈ സ്വഭാവത്തിൽ. അതുകൊണ്ട് പോകത്തില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയാം, എനിക്ക് എൻ്റെ ഭാര്യയെ അറിയാം, എൻ്റെ മക്കൾക്ക് എന്നെ അറിയാം. ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് അടിക്കുമ്പോൾ എൻ്റെ കുടുംബം എന്നെ ഉപേക്ഷിച്ച് പോയാൽ ഞാൻ തകർന്നു പോകും. അങ്ങനെ ഒരിക്കലും പോകത്തില്ലെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. താജിക ആദ്യം ഞങ്ങളോടത് പറഞ്ഞു. അതിനുശേഷം കുറച്ച് ഇൻ്റർവ്യൂസ് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടായിരുന്നു രേണുവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒരു മീഡിയനോട് പറയണം എന്ന് താജികയ്ക്ക് തോന്നാനിടയായ ഒരു കാരണം എന്തായിരുന്നു? ഞാൻ എല്ലാം പറഞ്ഞിട്ടില്ലല്ലോ. കുറച്ചെങ്കിലും മാധ്യമങ്ങളോട് പറയണമെന്ന് തോന്നിയത്. ഞാൻ എപ്പോഴും എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നെ ഒരാൾ പറയുമ്പോൾ ഞാനതിനെ കൗണ്ടർ ചെയ്യും. ഇപ്പോൾ കോടതിയിൽ പോലും ഇപ്പോൾ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി. അപ്പോൾ ഇന്ന് പത്രം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, അത് എഴുതിയിട്ടുണ്ട്, ജയിലിൽ ചാടിയാൽ 6 മാസത്തെ ശിക്ഷയേ ഉള്ളൂ എന്ന് ഏതോ ഒരാൾ ജയിൽ പുള്ളിയായിരിക്കും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവന് തിരിച്ചു പോകാൻ നോക്കിയെന്ന്. പക്ഷേ
രേഷ്മ പി തങ്കച്ചൻ്റെ പിതാവ് തങ്കച്ചൻ എൻ്റെ പേര് ആവശ്യമില്ലാതെ വലിച്ചഴിച്ചു. പക്ഷേ അതിന് മുമ്പ് എൻ്റെ പേര് പറഞ്ഞത് ഫിറോസാണ്. ഫിറോസ് പറഞ്ഞത് താജ് പത്തനംതിട്ട ഒരു സുഹൃത്തിന് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് വീട് വെച്ച് കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇനി അത് ചെയ്യത്തില്ല എന്ന് ഒരു ഇൻ്റർവ്യൂവിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ, ലൈവിലൂടെ. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നതും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഞാൻ ഇനി ഇപ്പം എന്ത് ചെയ്യാനാ, അവർ വീട് ചോരുന്നു, ഞാൻ വേണമെങ്കിൽ പൊളിച്ച് കളയാമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രേഷ്മ പി തങ്കച്ചൻ്റെ പിതാവ് എൻ്റെ പേര് വലിച്ചടിച്ചത് കൊണ്ടാണ് ഞാൻ ആദ്യം രംഗത്ത് വന്നത്. രണ്ടാമത് ഇപ്പോൾ ഒരു ചാനലിലിരുന്ന് താജുദ്ദീൻ ആരാ, എൻ്റെ തന്തയോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ രേഷ്മ പി തങ്കച്ചൻ്റെ അച്ഛനാകാനുള്ള പ്രായമൊന്നും എനിക്കില്ല. ഞാൻ ഓഗസ്റ്റ് 3, 1976 ജനിച്ചത്. അപ്പോൾ 50 വയസ്സിന് താഴെയുള്ള എനിക്ക്. അപ്പോൾ 50 വയസ്സിന് താഴെയുള്ളപ്പോൾ രേഷ്മ പി തങ്കച്ചന് ഏതായാലും 20 വയസ്സോ 30 വയസ്സോ 35 വയസ്സോ അല്ലല്ലോ. അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കട്ടെ, അപ്പോൾ നമുക്ക് തീരുമാനിക്കാം അച്ഛനാകാൻ പ്രായമുണ്ടോ എന്ന്. ഇനിയൊരു കാര്യം, രേഷ്മ പി തങ്കച്ചന് രേണു സുധിക്ക് ബിഗ് ബോസിൽ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം ലാലേട്ടൻ വഴക്ക് പറയും, എന്തായാലും ലാലേട്ടൻ വഴക്ക് പറയും ഉറപ്പായിട്ട്. ബിഗ് ബോസിൽ തെറ്റുകൾ കാണിക്കുമ്പം ലാലേട്ടൻ വഴക്ക് പറയും. അപ്പം മോഹൻലാലിനെ പോലുള്ളൊരു നടൻ്റെ തന്തയ്ക്ക് രേണു സുധി വിളിക്കുമോ? ആ വസ്തു തന്ന പിന്നെ നോബൽ ഫിലിപ്പിനെ ബിഷപ്പിനെ വിളിച്ചല്ലോ, അയാൾ ആരാ, എൻ്റെ തന്തയാണോ? അതെന്തൊരു മര്യാദയാണ് അങ്ങനെ ഒരാളുടെ തന്തയ്ക്ക് വിളിക്കുമെന്ന് പറഞ്ഞാൽ? അത് ഒരു ശരിയായ നടപടിയല്ല രേഷ്മ പി തങ്കച്ചൻ കാണിച്ചത്. നാളെ രേഷ്മ പി തങ്കച്ചൻ ഈ തങ്കച്ചനെ തന്തയ്ക്ക് വിളിക്കുമെന്ന് തന്നെ സംശയമുണ്ട്. ഉറപ്പായിട്ട് വിളിക്കും, വിളിച്ചിരിക്കും, അത് യാതൊരു സംശയമില്ല. ഈ ഇപ്പോൾ താജൊക്കെ സംസാരിക്കുമ്പോഴേ രേഷ്മ പി തങ്കച്ചെന്നേ പറയുന്നുള്ളൂ, രേണു സുധി എന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാ രേണു സുധി എന്ന പേര് വിളിക്കാത്തത്? കാരണം പിന്നെ ഇപ്പോൾ ഇളയ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എടുത്തു കൊടുത്തേ ബർത്ത് സർട്ടിഫിക്കറ്റ്. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ, ഇളയ കുഞ്ഞിൻ്റെ. അതിൻ്റെ അത് രേഷ്മ പി തങ്കച്ചൻ എന്നാണ് പിന്നെ മാതാവിൻ്റെ പേര്. ഞാൻ കാണിച്ചു തരാം, കുഞ്ഞിൻ്റെ പേര് ഋതുൽ എസ് ദാസ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ബിലീവേഴ്സിലാണ് ജനിച്ചത് 20/8/2019. സുധി എസ് ദാസ് അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് രേഷ്മ പി തങ്കച്ചൻ. കണ്ടില്ലേ, രേഷ്മ പി തങ്കച്ചൻ. പുതുക്കാട്ടിൽ ഹൗസ്, നാലുനാക്കൽ PO, വാകത്താനം, കോട്ടയം. ഇതിൻ്റെ അത് രേഷ്മ പി തങ്കച്ചൻ എന്നാ. രേണു സുധി എന്നെങ്ങുമില്ല. അല്ലെങ്കിൽ ഗസറ്റ് വിജ്ഞാനം വഴി രേണു സുധി എന്ന് പേര് മാറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ പേര് താജുദ്ദീൻ KA. ഞാൻ കലാലോകത്ത് അറിയപ്പെടുന്ന താജ് പത്തനംതിട്ട. ഞാൻ എൻ്റെ പേര് ഗസറ്റ് വിജ്ഞാനം വഴി മാറ്റിയിട്ടില്ല. അതുപോലെ രേണു സുധി എന്ന് ഗസറ്റ് വിജ്ഞാനം വഴി മാറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കട്ടെ. അതുകൊണ്ടാണ് രേഷ്മ പി തങ്കച്ചൻ എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ രേണു പറഞ്ഞൊരു കാര്യമായിരുന്നു, വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടെങ്ങാണ്ട് ചേട്ടൻ സർക്കാർ ജോലി നേടിയതാണോ എന്നൊരു സംശയം. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2/7/2025 SNMG BHSS ചേർത്തല ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ LD ക്ലർക്കിൻ്റെ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതിയത്. 2 മണി മുതൽ 3:15 വരെ. എൻ്റെ രജിസ്റ്റർ നമ്പർ H154974. നോക്കിയോ, ഞാനിത് വ്യക്തമായി സൂക്ഷിച്ചു വെച്ചു. കാരണം എന്നെങ്കിലും ഒരിക്കൽ രേഷ്മ പി തങ്കച്ചനെ പോലെയുള്ള ആളുകൾ ഇനി ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച ജോലിക്ക് കയറിയെന്ന് വന്നാൽ എനിക്കിത് കാണിക്കണമല്ലോ. കാണിക്കാൻ വേണ്ടി ഇതാണ് ഇത്. 2 PSCയിൽ നിന്നും, കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും എനിക്ക് കിട്ടിയ അഡ്വൈസ് 25/8/2007 എനിക്ക് കിട്ടിയ അഡ്വൈസ്, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കിട്ടിയ അഡ്വൈസ്, ഫയൽ നമ്പർ PTA 2/4/325/2025. ഇതൊരു പക്ഷേ PSCയിൽ പോലും കാണത്തില്ല. ഒരു പക്ഷേ എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ അഡ്വൈസ്. ഞാൻ ആദ്യമായിട്ട് ജോലി കയറിയത് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയത് 12/9/2007 അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ LD ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചത്. ആ പഞ്ചായത്തിൽ 2/7/2007 മുതൽ ഞാൻ 15/5/2012 വരെ ഞാനവിടെ LD ക്ലർക്കായി ജോലി ചെയ്തു. അയിരൂർ ജോലി ചെയ്തു.
അത് കഴിഞ്ഞ് കോയിപ്പുറം പഞ്ചായത്ത് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പന്തളം പഞ്ചായത്ത് ജോലി ചെയ്തു. പന്തളം പഞ്ചായത്ത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയാണ്. അത് കഴിഞ്ഞ് കോന്നി ഗ്രാമപഞ്ചായത്ത് ജോലി ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പത്തനംതിട്ട ജോലി ചെയ്തു. വടശ്ശേരിക്കര പഞ്ചായത്തിൽ ജോലി ചെയ്തു. കൊറ്റനാട് പഞ്ചായത്തിൽ ജോലി ചെയ്തു. ആനിക്കാട് പഞ്ചായത്തിൽ ജോലി ചെയ്തു. നാരങ്ങാനം പഞ്ചായത്തിൽ ജോലി ചെയ്തു. പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്തു. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്തു. വീണ്ടും ഞാൻ അയിരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ആദ്യം സർവീസിൽ കയറിയ പഞ്ചായത്തിലേക്ക് ഹെഡ് അക്കൗണ്ടൻ്റായിട്ട് ഞാൻ പോയി. ഇപ്പം ഞാനവിടെ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യുകയാണ്. ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഇനി ചാനലിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയാനുള്ള സർക്കാർ ഉത്തരവ് പോലും എൻ്റെ കയ്യിലുണ്ട്. 10/10/2012 28/2012 നമ്പർ ഉത്തരവ് പ്രകാരം കലാ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് ഉത്തരവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കമൻ്റൊക്കെ പറയുന്നുണ്ട് ഇവനെ ഔദ്യോഗിക ഡ്യൂട്ടി സമയത്ത് ഇതൊക്കെ ചെയ്യുന്നുവെന്ന്. ഒരിക്കലുമല്ല. എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ തടസ്സം വരാത്ത രീതിയിൽ എനിക്ക് ഇങ്ങനെ അവതരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനുമൊക്കെ എനിക്ക് അനുമതിയും ഉണ്ട്. അക്കാര്യത്തിലും ഞാൻ ക്ലാരിഫിക്കേഷൻ തരികയാണ്. ഒരുപാട് പേര് അങ്ങനെ മോശം കമൻറ്റ് അതിൻ്റെ അടിയിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ പണിയില്ലല്ലോ, എനിക്ക് വേറെ പണിയില്ല, വേറെ പണിക്ക് പോടാ, നിന്നെ കണ്ട 60 വയസ്സ് തോന്നും, എന്നെ കണ്ട 60 വയസ്സ് തോന്നിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ സഹിച്ചോളും, എൻ്റെ പ്രിയപ്പെട്ടവർ സഹിക്കണ്ട. അല്ലേ, അതും വ്യക്തമായിട്ട് പറയാം. എന്നെ കണ്ട 60 വയസ്സ്, ഞാൻ പെണ്ണിൻ്റെ പ്രായം, സ്ത്രീകളുടെ പ്രായം, ആണുങ്ങളുടെ ശമ്പളം, ഇതൊന്നും ആരും വെളിപ്പെടുത്തത്തില്ല. പക്ഷേ എൻ്റെ പ്രായം ഞാൻ വെളിപ്പെടുത്തുന്നു. ഓഗസ്റ്റ് 3, 1976 50 വയസ്സ് ആകാൻ പോകുന്നു. ഈ രാത്രി കിടന്നുറങ്ങിയാൽ ഞാൻ രാവിലെ എഴുന്നേക്കാൻ പറ്റുമെന്ന് ഒരിക്കൽ പോലും എനിക്ക് വിശ്വാസമില്ല. അതെല്ലാം ഈശ്വരൻ്റെ കയ്യിൽ മാത്രം. താജൊക്കെ രേണുവിനെ സഹായിച്ചിട്ടുണ്ടോ? ഞാൻ സഹായിച്ച കാര്യങ്ങളൊന്നും ഇനി പറയുന്നില്ല. സഹായിച്ചിട്ടില്ലെന്നല്ലേ പറയുന്നത്. അയാൾ ആരാ, എന്നെ എന്ത് സഹായിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. ഞാനുമായിട്ട് വിളിക്കാറില്ല, പഴയ വീട്ടിൽ വെച്ച് മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ. ഞാൻ ഒരിക്കൽ പോലും ഈ രേഷ്മ പി തങ്കച്ചനെ അങ്ങോട്ട് ഫോൺ ചെയ്തിട്ടില്ല. എന്നെ ഇങ്ങോട്ട് മാത്രമേ ഫോൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു. എൻ്റെ ഫോണ്, എൻ്റെ സിമ്മ്, ഇതൊക്കെ ഞാൻ സൈബർ സെല്ലിൽ പരിശോധിക്കാൻ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ ഫേസ്ബുക്ക് പരിശോധിക്കാം, എൻ്റെ വാട്സാപ്പ് പരിശോധിക്കാം. ഞാൻ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ശിക്ഷയും വാങ്ങാൻ ഞാൻ തയ്യാറാണ്. രേഷ്മ പി തങ്കച്ചൻ്റെ ഫോണ് പോലീസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ സൈബർ സെല്ലിൻ്റെ കയ്യിൽ കൊടുക്കാൻ രേഷ്മ പി തങ്കച്ചൻ തയ്യാറാണെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ആരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റും. അതുപോലെ പറഞ്ഞത് രേണുചേട്ടനെ അതായത് സുധിച്ചേട്ടനെ പണ്ടങ്ങാണ്ട് സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നെ വിളിച്ചിട്ടില്ല, ഇങ്ങോട്ട് വിളിച്ചിട്ട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ്, ശല്യം ചെയ്യാണ് ചെയ്യാറെന്നാ പറയുന്നത്. ഒരിക്കലുമല്ല. രേഷ്മ പി തങ്കച്ചനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞു ലോക്ക്ഡൗൺ സമയത്താണെന്ന്. ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് വാഹനം കൊണ്ട് പുറത്തു പോകാൻ പറ്റുമോ രേഷ്മ പി തങ്കച്ച? പറ്റുമോ? അല്ല, ലോക്ക്ഡൗൺ സമയത്തല്ലായിരുന്നു. അപ്പം ഈ കുട്ടി ജനിച്ച ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, ആ സമയത്ത് ലോക്ക്ഡൗൺ ആയിരുന്നോ? 20 ദിവസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ കുഞ്ഞിനെയും കൊണ്ട്. എൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ എൻ്റെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പറിൽ സുധി വിളിക്കുന്നു, ഞാൻ വണ്ടി നിർത്തുന്നു. വണ്ടി നിർത്തിയിട്ട് ഇവരെ കാണുന്നു. പിന്നെ രേഷ്മ പി തങ്കച്ചൻ്റെ ചേച്ചി രമ്യ പി തങ്കച്ചൻ സുധിയുടെ കൈക്കുഞ്ഞിനെ കൊണ്ട് ഇരിക്കുന്നു. സുധി ഇറങ്ങി വരുന്നു. ഞാൻ സുധിയെ മാറ്റി നിർത്തിയിട്ട് സുധി മുമ്പ് 2 വിവാഹം കഴിച്ച കാര്യം എനിക്കറിയാം. അപ്പം ഞാൻ ചോദിച്ചു ഇതേതാളിയാ? അപ്പം പറഞ്ഞു ഇതെൻ്റെ വൈഫാണ്. അപ്പം ഞാൻ മാറ്റി നിർത്തി പറഞ്ഞു ഇനിയൊരു നല്ലൊരു ജീവിതത്തിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പറഞ്ഞതിനോട് ഞാൻ 100% ഞാൻ പറഞ്ഞതാണ്. സുധി ഇനിയിപ്പോൾ ഈ ഒരു വിവാഹം മാത്രം മതി, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക, സുധിയെ നല്ലപോലെ നോക്കിക്കോണമെന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കൊല്ലത്ത് നിന്ന് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നത്, വാടക വീട് താമസിക്കുക എന്നൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് സുധിക്കൊരു വിഷയം വന്നതും ഈ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൊരു ന്യൂസ് വരുമ്പോൾ ഞാൻ എൻ്റെ അടിയിൽ ആരെ അംഗീകരിക്കേണ്ട പക്ഷേ അവഹേളിക്കരുത്, പൈസ തരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് അടിച്ചു. അതിനുശേഷം സുധി മരിച്ചതിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് ഞാൻ പുന്നപ്ര ഒരു പരിപാടി പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഞാൻ സുധിയുടെ ഫോൺ നമ്പർ, എൻ്റെ സുധിയുടെ നമ്പർ ഇപ്പോഴും ഉണ്ട്. സുധിയുടെ നമ്പർ ഞാൻ കളഞ്ഞിട്ടില്ല. സുധിയുടെ നമ്പർ എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഞാൻ സുധിയെ വിളിച്ചപ്പോൾ ഇവർ ഫോൺ എടുത്തിട്ട് എന്നോട് പണ്ട് ഞാൻ സഹായിച്ച കാര്യങ്ങളാണ് ഇവർ പറഞ്ഞതും ഞാൻ അതനുസരിച്ച് ഞാൻ അതുകൊണ്ട് സുധി കൊല്ലം എൻ്റെ നമ്പർ ഇപ്പോഴും ഉണ്ട്. സുധി കൊല്ലം. താജൊക്കെ കിച്ചുവിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? രേണു പറയുന്നുണ്ട് കിച്ചുവിനെ കുറിച്ച് ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ. എന്നോട്
രേണു ഒരുപാട് കാര്യങ്ങൾ രേണു പറഞ്ഞിട്ടുണ്ട്. ഈ കുറച്ച് മുമ്പും തിരുവനന്തപുരത്തു നിന്നുള്ള സുധിയുടെ മുഖഷേപ്പുള്ള, സുധിയെ കൂട്ടിരിക്കുന്ന രതീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് മുമ്പ് എന്നെ അറിയാവുന്നതാണ്. എന്നെ വിളിച്ചിട്ട് പണം മേടിച്ച കാര്യമൊക്കെ എന്നോട് സംസാരിച്ചു. രേണു രേഷ്മ പി തങ്കച്ചൻ പൈസ മേടിച്ച കാര്യം പറഞ്ഞിരുന്നു. എഡിറ്റ് ചെയ്തതിലിടത്തുള്ളൂ. കിച്ചുവിനെ പറ്റി മോശമായിട്ടൊന്നും എൻ്റെ ദൈവത്തിനാണ് സത്യം ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് ഞാൻ എങ്ങനെ ആ വീട്ടിലാണോ ഞാൻ താമസിക്കുന്നത്, കിച്ചു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കിച്ചുവിൻ്റെ രേഷ്മ പി തങ്കച്ചനോ അല്ലെങ്കിൽ രമ്യയോ അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ അച്ഛനോ അമ്മയോ പറയാതെ ഞാൻ അറിയുമോ? ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അതൊന്നും വെളിയിൽ പറയത്തില്ല. അത് പിള്ളേരാണ്, പ്രായത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യാം. പക്ഷേ ഞാൻ ആ മോനെ കണ്ടപ്പോൾ, മോനെ നീ മുടി വെട്ടണം, മുടി ഇങ്ങനെ ഒത്തിരി മുടി വളർത്തിയിരുന്നു, മുടി വെട്ടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഇപ്പോൾ വേണമെങ്കിലും ഞാൻ വിളിച്ചാലും ആ മോൻ എന്നെ ഒന്നും കുറ്റം പറയത്തില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ആ മോനും അറിയാം, എനിക്കും അറിയാം. ഞാൻ അവരെ അമ്മയും മോനെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ എന്നെ തല്ലിപ്പിരിഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. എൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്കിപ്പോൾ ആ മോനെ നോക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ദൈവത്തിനാണ് സത്യം. ഞാൻ പറയുന്ന എല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ, ഒന്നും ഞാൻ മറച്ചു വയ്ക്കത്തില്ല. എനിക്ക് എവിടെ വേണേലും എവിടെയും ചെന്ന് പറയാനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. പ്രൂഫ് വെച്ചേ ഞാൻ സംസാരിക്കത്തുള്ളൂ. ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഞാൻ സംസാരിക്കത്തില്ല. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു, ഞങ്ങളൊക്കെ പറയാനിരുന്ന കാര്യങ്ങളാണ് താജ് പറഞ്ഞതെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് പേര് വിളിച്ചു. സത്യം, ഞങ്ങളൊക്കെ പറയാനിരുന്ന കാര്യം നിങ്ങളൊക്കെ എന്താ പറയാത്തത്? ഞങ്ങൾ എന്തിനാ പറയുന്നത്? എനിക്ക് അവർക്ക് ഭയമായിരിക്കും, പക്ഷെ എനിക്ക് ഭയമില്ല. മരണത്തിനെ ഞാൻ ഭയക്കുന്നില്ല, അല്ലേ? ജനിച്ചാൽ നമ്മളൊരിക്കലും മരിക്കും, അല്ലേ? ജനിച്ചിട്ടുണ്ടോ നമ്മളൊരിക്കലും മരിക്കും. അങ്ങനെ മരണത്തിനും എനിക്ക് ഭയമില്ല. സുധിച്ചേട്ടൻ്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതാണ് ഒരു വിവാദം പറഞ്ഞിട്ടുണ്ടായിരുന്നത് രേണു. അങ്ങനെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ശരിക്കും താജിക്ക് എന്തായിരുന്നു പറഞ്ഞത്? ഇൻഷുറൻസ് കിട്ടിയത് അറിയാമെന്നാണോ, എന്തായിരുന്നു പറഞ്ഞത്? ഒരിക്കലും ഞാൻ ഇൻഷുറൻസ് തുക കിട്ടിയെന്ന് ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ എന്തൊക്കെ രേഖകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇന്ന രേഖകൾ വേണമെന്ന്. അല്ലാതെ ഒരിടത്ത് പോലും ഞാൻ ഇൻഷുറൻസ് തുക കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആ ഇൻ്റർവ്യൂവിൽ രേഷ്മ പി തങ്കച്ചൻ പറയുന്നുണ്ട്, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഇത്ര രൂപ കിട്ടി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ആ ബാങ്കിൽ കൊടുത്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പം ആരാണ് നോമിനി, ആ നോമിനിക്ക് പൈസ എടുക്കാം. പൈസ എടുക്കും മുമ്പ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും ഹാജരാക്കാതെ ഒരു ബാങ്കിൽ നിന്നും ഈ പൈസ എടുക്കാൻ പറ്റില്ല. പക്ഷേ രേഷ്മ പി തങ്കച്ചൻ ആ പൈസ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ATM കാർഡ് വഴി എടുത്തതായിരിക്കാം. ബാങ്ക് ഓൾറെഡി അറിഞ്ഞിട്ടില്ല. ഞാൻ ഞാലിയാവഴി ബ്രാഞ്ചിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ബ്രാഞ്ചിൽ ഞാൻ വിളിച്ചിരുന്നു മാനേജർ പറഞ്ഞത്, താങ്കൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താങ്കൾക്ക് വരാം, അപ്പോൾ നമ്മളിതിനെപ്പറ്റി അന്വേഷിക്കാം. അവർ ATM വഴി എടുത്തതായിരിക്കും. ഇപ്പോൾ ആ അക്കൗണ്ട് ഇപ്പോഴും സുധിയുടെ അക്കൗണ്ട് നിലനിൽപ്പുണ്ട്. ട്രാൻസാക്ഷനൊന്നും പിന്നീട് നടന്നിട്ടില്ല എന്നും വ്യക്തമായി മാനേജർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പോൾ രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സുധിച്ചേട്ടൻ മരിച്ചിട്ട് 9-ാം നാളാണ് പൈസ വരുന്നത്. അത് ഞാനും കിച്ചുവും കൂടി നോക്കുകയാണ്. അപ്പോൾ 75,000 രൂപയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് കിച്ചുവിന് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അത് CCക്കാർ കൊണ്ടുപോയി. ഒരു കാറും ഉണ്ടായിരുന്നു. ബൈക്ക് മാത്രമല്ല, ഒരു കാറും ഉണ്ടായിരുന്നു സുധിക്ക്. അതിൻ്റെ കാര്യം രേണു പറയുന്നില്ല, രേഷ്മ പി തങ്കച്ചൻ പറയുന്നില്ല. ഈ ബൈക്ക് അവിടെ മേടിച്ചു കൊടുത്തെന്ന് പറയുമ്പോൾ ഈ പൈസ എങ്ങനെ വിഡ്രോ ചെയ്തു? മരണപ്പെട്ടു പോയ ഒരാളുടെ പൈസ എങ്ങനെ വിഡ്രോ ചെയ്തു? പോട്ടെ, മകന് വേണ്ടി ആ വണ്ടി എടുത്തു കൊടുത്ത നല്ല കാര്യം. പക്ഷേ ഒരു ദൃശ്യമാധ്യമത്തിൽ വന്നിരുന്ന് നമ്മൾ ഡയലോഗ് പറയുമ്പോൾ അതിന് ആ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ രേഷ്മ പി തങ്കച്ചൻ തയ്യാറാണോ? കിച്ചുവിനെയും കൂട്ടിപ്പോയി പൈസ എടുത്തു എന്നാണ് പറയുന്നത്. കിച്ചുവിന് തീർച്ചയായിട്ടും ബൈക്ക് എടുത്ത് കൊടുക്കണം. ഞാൻ ചോദിക്കുന്നതല്ല. ഒരു ഭർത്താവ് മരണപ്പെട്ട് 9-ൻ്റെ അന്ന് ഇത്രയും പൈസ വന്നെന്ന് പറയുന്നു. ഞങ്ങളടുത്ത് പറഞ്ഞത്, ആ സമയത്തൊക്കെ പറഞ്ഞത് 1 രൂപ പോലും ഇല്ല, ഒരു പൈസ പോലും ഞങ്ങളുടെ ഇല്ല എന്ന് പറഞ്ഞാണ് എന്നോടും പൈസ കടം ചോദിച്ചത്. രേണു തന്നെയാണോ ചേട്ടനോടും ചോദിച്ചത്? എന്നോടും പൈസ കടം ചോദിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടില്ല, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ചില ആരോപണം വരുന്നത്, ഇപ്പോൾ ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഈ 75,000 കിട്ടിയത് മാത്രമേ ഉള്ളൂ,
രേണുവിന് സുധിയുടെ പേരിൽ ആരും ഒരു സഹായവും കൊടുത്തിട്ടില്ല എന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ഒരുപാട് പേര് സഹായം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് തെളിവുകൾ ബാക്കി വരാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് തന്നെ ഒരുപാട് പേര് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവരുടെയൊക്കെ വിഷമം എന്താണ്? രേണു അവരെ മറന്നു എന്നാണോ, അല്ലെങ്കിൽ ആരും സഹായിച്ചില്ല എന്ന് തുടരെ അങ്ങനെയല്ല. 4000, 5000, 10000, 2000, 500. നമുക്കിപ്പോൾ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ റീചാർജ് ചെയ്തിട്ട് അത്യാവശ്യമാണ് ഒരു 300 അയച്ചു തരാൻ പറഞ്ഞാൽ 20 പേരുടെ ചോദിച്ചാൽ എത്ര രൂപ കിട്ടും? 6000 രൂപ വീട്ടിൽ ഇരുന്നുകൊണ്ട് കിട്ടും. ഇതൊക്കെ തെളിവാണ്. അങ്ങനെ എത്രയോ പൈസ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആരും സഹായിച്ചില്ലെന്ന് പറയും. ഇന്ന് എന്നെ ഇപ്പോൾ എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചല്ലോ. അങ്ങനെ എത്രയോ പേര് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഞങ്ങളൊന്നും പറയുന്നില്ല, വേണമെങ്കിൽ ഞങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാമെന്നുകൊണ്ട് എനിക്ക് അയച്ചു തന്നു. അതൊക്കെ എൻ്റെ കയ്യിൽ സൂക്ഷ്മതയോടെ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് സ്ക്രീൻഷോട്ട് മാത്രമേ ഞാൻ പുറത്ത് വിട്ടിട്ടുള്ളൂ. ഞാനൊന്നും പുറത്ത് വിടാൻ ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നേ ഉള്ളൂ, പൈസ ധാരാളം വന്നിട്ടുണ്ട്, ഉറപ്പാണ്. അത് കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല, നല്ലതല്ലേ. നമ്മളെ സുധിക്കല്ലേ കൊടുത്തത്, അല്ലെ സുധിയുടെ കുഞ്ഞുങ്ങൾക്കല്ലേ കൊടുത്തത്. അപ്പോൾ ആ പൈസ ഈ ഇളയ കുഞ്ഞിന് തുല്യമായിട്ട് വിധിക്കണമായിരുന്നു. സുധീർ അമ്മയ്ക്കും ആ പൈസയിൽ അവകാശമുണ്ട്. സുധീർ അമ്മ, ആ അമ്മ പ്രസവിച്ച മകനല്ലേ സുധി. അപ്പോൾ അമ്മയ്ക്ക് അവകാശമുണ്ട്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. താജുക്ക് അമ്മയോട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ട്? പിന്നെ ആ വീട്ടിൽ പിന്നെ ചടങ്ങിനൊക്കെ വന്നപ്പോൾ അമ്മയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അമ്മ അവരുടെ മുഖത്തൊക്കെ എപ്പോഴും ആ ദുഃഖം തന്നെ. എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ട്? അമ്മയ്ക്കൊക്കെ സുധീർ അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു. സുധീർ അച്ഛൻ. ആ അച്ഛൻ മരണപ്പെട്ടു പോയി. പിന്നെ സുധീർ അനിയൻ മരിച്ചാണെന്ന് അറിഞ്ഞു. ആ സുധിയുടെ അച്ഛൻ്റെ പെൻഷൻ സുധിയുടെ അമ്മയ്ക്ക് മാത്രമാണ് കിട്ടുന്നത്. ഫാമിലി പെൻഷൻ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. എന്നോട് അമ്മ പറഞ്ഞു, മോനെ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് മോനെ. അതായത് വേറെ സഹായങ്ങളൊന്നും, അതായത് രേണുവിന് പൈസ കിട്ടിയെന്ന് പറയുന്ന ഈ പൈസകളൊന്നും അമ്മയ്ക്ക് പോയിട്ടില്ല? ഇല്ലായിരിക്കുമല്ലോ, ഒന്നും പോയിട്ടില്ല. ഇൻഷുറൻസ് ഒക്കെ കിട്ടുമ്പോൾ അമ്മയ്ക്ക് കിട്ടും. അത് ഇൻഷുറൻസ് ഒക്കെ കിട്ടിയിട്ടില്ലല്ലോ. അത് അല്ലാതെ അവർ അമ്മയ്ക്കൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പാവം അമ്മ, മകന് നഷ്ടപ്പെട്ടൊരു അമ്മയുടെ വേദന, അല്ലെങ്കിൽ അമ്മയെ നഷ്ടപ്പെട്ടൊരു മകൻ്റെ വേദന, ഇതൊക്കെ ഒരു ആ സാഹചര്യങ്ങളിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ താജക്ക് ഇപ്പോൾ ഒരു സാധനം ഇപ്പോൾ ഒരു ആരോപണം ഭയങ്കര വിവാദമായി വരുന്നുണ്ട്. അതായത് സുധിച്ചേട്ടൻ ഉള്ള സമയത്ത് തന്നെ ഇറങ്ങിയ ഒരു വ്ളോഗാണ് ഇപ്പോൾ ഭയങ്കര വൈറലാവുന്നത്. ഒരു വീഡിയോ, ഒരു ചെറുപ്പക്കാരൻ അതിൽ പറയുന്നുണ്ട്. അതായത് കുറേ ആളുകൾ സുധി വിളിക്കുകയാണ്, കുറേ ആളുകളെ വിളിച്ചിട്ട് ഞാൻ ഭാര്യയുടെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് രേണുവിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുന്നു. അതിനുശേഷം രേണു പറയുന്നു, എവിടെയാണ്, നമുക്ക് കാണാം, സംസാരിക്കാം. അപ്പോൾ പിന്നെ സുധി വിളിക്കുകയാണ്, പൈസ ഇട്ടതാന്ന് പറഞ്ഞിട്ട് ആളുകളെ വിളിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് പോയിട്ടുള്ളത്. ശരിക്കും ഇങ്ങനത്തെ ഒരു പൈസ വാങ്ങിക്കൽ നടന്നിട്ടുള്ളതായി താജികയുടെ അറിവിലുണ്ടോ? ഉറപ്പായിട്ടും നടന്നിട്ടുണ്ട്. നിരവധി ആളുകളോട് വാങ്ങിച്ചിട്ടുണ്ട്. നിരവധി ആളുകളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാണ് ഇത് വാങ്ങിച്ചത്? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം? ബുദ്ധിമുട്ട് പറഞ്ഞാണ് മേടിക്കുന്നത്. എത്രയോ ആർട്ടിസ്റ്റുകൾ എന്നെ വിളിച്ച് പറഞ്ഞു പൈസ ഇവർക്ക് പിന്നീട് തിരിച്ചു കൊടുക്കാറില്ല. അങ്ങനെ കൊടുത്ത ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു 2000 രൂപ. അത് എൻ്റെ ഇവിടെ ഇവിടെ കുമ്പഴ എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു ലൈറ്റ് വർക്കറാണ്. നാടകത്തിന് ലൈറ്റൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന പയ്യനാണ്. 2000 രൂപ മേടിച്ചു. എനിക്ക് കറക്റ്റ് സമയത്തിന് തിരിച്ചു തന്നു. പിന്നെ എൻ്റെ ഇത് മേടിച്ചു, തിരിച്ചു തന്നു. പിന്നീട് എന്നോട് വലിയൊരു എമൗണ്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കൊടുത്തില്ലെന്നും പറഞ്ഞു. ഈ നിരവധി ആളുകൾ ഇങ്ങനെ ഇപ്പോൾ താജുക്കയാണെങ്കിൽ എല്ലാതെയും നിരവധി ആളുകളുടെ വോയിസുകളാണ് പുറത്തു വരുന്നത്. എൻ്റെ അടുത്ത് നിന്ന് ഇത്ര വാങ്ങിച്ചിട്ടുണ്ട്. അതായത് അതിലൊരാൾ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത്, രോഗികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ? അങ്ങനെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഒരു ക്യാൻസർ രോഗിക്കെന്ന് പറഞ്ഞ് 50,001 രൂപ 50,001 രൂപ വാകത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് സാന്നിധ്യത്തിൽ, മുൻ പ്രസിഡൻ്റ് സാന്നിധ്യത്തിലാണ് പൈസ കൊടുത്തത്. ഈ പൈസ ഒരു വർഷത്തോളം ഈ പൈസ കൊടുത്തിട്ടില്ല. പിന്നീട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കുകയാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും രേഷ്മ പി തങ്കച്ചൻ ആ പൈസ നിർധനനായ ആ രോഗിക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. എന്തുകൊണ്ടാണ് രേണുവിനെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ടാവുക? ആരെ വിളിപ്പിക്കുന്നുണ്ട്? ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ
എൻ്റെ ഭാര്യ സംസാരിക്കുന്നു പറഞ്ഞ് രേണുവിൻ്റെ അടുത്തേക്കാണ് ഫോൺ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമല്ലേ. ഒരു സെലിബ്രിറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് വഴിയെ പരിചയപ്പെടുന്ന, ഫേസ്ബുക്ക് വഴിയിലൂടെ പരിചയപ്പെടുക, അല്ലാതെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അല്ല. ഫേസ്ബുക്കിലൂടെ വിളിച്ച് എന്നോടും ചോദിച്ചിട്ടുണ്ടല്ലോ പൈസ. ശ്രുതി ചോദിച്ചിട്ടുണ്ട്, ശ്രുതി ചോദിച്ചിട്ടുണ്ട് പൈസ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അത് ചിലപ്പം ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, ചിലപ്പം വീട്ടിലൊന്നും ഭക്ഷണം വയ്ക്കത്തില്ല, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഒക്കെ ആയിരിക്കും ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് പൈസ ചിലവ് വരും, അതുകൊണ്ടായിരിക്കും വാങ്ങിയത്. ഈ വോയിസുകൾ പുറത്തു വരുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത് കുറേ ആളുകളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം ശ്രുതി എന്ന് പറയുന്ന കലാകാരന് സ്റ്റേജ് ഷോകൾ കിട്ടിയിട്ടുണ്ടാവും. ഉണ്ട്. അപ്പോൾ ഈ പണമൊക്കെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇതൊക്കെ അന്വേഷിക്കണം. അങ്ങനെ പരാതിക്കാരും ഇല്ലല്ലോ. ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് കുഞ്ഞിനെ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞതിന് ആരോ പരാതി കൊടുത്തു എന്ന് പറയും. ഞാൻ കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന. പക്ഷെ അങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു പരാതി ഉണ്ടെങ്കിൽ സർക്കാർ അന്വേഷിക്കും. അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് യാതൊരു പ്രസക്തിയുമില്ല. എനിക്ക് കുറച്ച് പിന്നെ മോശം കമൻറ്റുകൾ വരുമെന്നേ ഉള്ളൂ. ഇവന് എന്തിനാണ് കുടുംബം കലക്കാൻ വന്നിരിക്കുന്നതെന്നുള്ള ഒരു ഇത് വരത്തുള്ളൂ. അല്ലാതൊന്നുമില്ല. കൊടുത്തവർക്കും പരാതിയില്ല, വാങ്ങിയവർക്കും പരാതിയില്ല. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ അവർ പരാതി പറഞ്ഞത്. കുറച്ച് പേര് പൈസ ഞങ്ങൾ കൊടുത്തു. ഇപ്പം എന്നെ ഇന്ന് വിളിച്ച ആൾ എനിക്ക് ആ പൈസ തിരികെ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അത് കൊല്ലം ശ്രുതിയല്ല വാങ്ങിയത്, രേഷ്മ പി തങ്കച്ചനാണ് മേടിച്ചത്. രേഷ്മ പി തങ്കച്ചൻ്റെ അക്കൗണ്ടിലോട്ടാണ് അയച്ചു കൊടുത്തത്. ആ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ശ്രുതിയുടെ പേരിൽ ഇപ്പോൾ താജക നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് കൊല്ലം ശ്രുതിയുടെ പേരിൽ ഈ രേണു ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് മരണശേഷം എന്നാണോ? അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതായത് കൊല്ലം ശ്രുതിയുടെ മരണശേഷം രേണു ആളുകളുടെ കയ്യിൽ നിന്ന് കൊല്ലം ശ്രുതിയുടെ പേര് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? കൊല്ലം ശ്രുതിയുടെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ എന്നെ രേഷ്മ പി തങ്കച്ചൻ അറിയപ്പെട്ടത് ആരുടെ പേരില്ല? ശ്രുതിയുടെ പേരിലാണ്. മരണപ്പെട്ടു പോയ കൊല്ലം ശ്രുതിയുടെ പേരിലാണ്. അപ്പോൾ ആ പേരിലല്ലേ വാങ്ങത്തുള്ളൂ. ആ ഒരു ഐഡൻറ്റിറ്റി അല്ലേ, ഒരാൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കൊല്ലം ശ്രുതിയുടെ ഐഡൻറ്റിറ്റി തന്നെയാണ്. ശരിയല്ലേ? അതുകൊണ്ട് ഇതാണ് ശ്രുതിയുടെ മരണ സർട്ടിഫിക്കറ്റ്. ഇതാണ് ശ്രുതിയുടെ മരണ സർട്ടിഫിക്കറ്റ്. ഇതുവരെ എടുത്തു കൊടുത്തത് ഞാനാണ്. എൻ്റെ രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞത് അവൻ്റെ ജോലിയാണ്. എൻ്റെ ജോലി എൻ്റെ പഞ്ചായത്തിലെ ജനങ്ങളെ സേവിച്ചാൽ മതി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്നും, ഇത് കൊടുങ്ങല്ലൂർ നഗരസഭ, അതുകൊണ്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമല്ല. എന്നെ വിളിച്ചൊരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് ശ്രുതി എസ് ദാസ്, മരണപ്പെട്ട തീയതി 5/6/23 ശ്രുതി മരിച്ചത്. ഇതിൻ്റെ അകത്തൊന്നും രേഷ്മ പി തങ്കച്ചൻ്റെ പേരില്ല. രേഷ്മ പി തങ്കച്ചൻ, മാതാവിൻ്റെ പേര് ഗോമതി സദാശിവൻ, അച്ഛൻ്റെ പേര് ശിവദാസൻ കുമാരൻ. ഇതും വീട്ടുപേര് മറ്റേ ഇവിടുത്തെയാണ്, വാകത്താനത്തെ വീട്ടുപേരാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും രേഷ്മ പി തങ്കച്ചൻ്റെ പേരുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഒരു കേൾക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പണം ആൾ മരിച്ചത് 5/6/23 ഈ ഡെത്ത് രജിസ്റ്റർ ചെയ്ത് 20/6/23. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തത്? 15 ദിവസം കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തത്.